നമസ്കാരം. നമ്മൾ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് അല്ലേ? അതെ. ഇന്ന് നമ്മൾ ഏൾ നൈറ്റിംഗേലിന്റെ വളരെ പ്രശസ്തമായ ഒരു ആശയത്തിലേക്കാണ് കടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വിചിത്രമായ രഹസ്യം. ദ സ്ട്രേഞ്ചസ്റ്റ് സീക്രട്ട്. അതെ, അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിലൂടെ. എന്തുകൊണ്ട് ചിലർ മാത്രം വിജയിക്കുന്നു, ഭൂരിഭാഗം പേർക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ശരിയാണ്. എന്തുകൊണ്ടാണ് അതിനെ വിചിത്രമെന്ന് വിളിക്കുന്നത് എന്നും കണ്ടെത്തണം. തീർച്ചയായും. തുടങ്ങാനായിട്ട് ഡോക്ടർ ആൽബർട്ട് ഷ്വൈൽസറുടെ ആ സംഭവം അത് രസകരമാണ്. ലണ്ടനിൽ വെച്ച് റിപ്പോർട്ടർ ചോദിച്ചില്ലേ, ഇന്നത്തെ മനുഷ്യരുടെ പ്രശ്നം എന്താണെന്ന്. അതെ. അപ്പൊ അദ്ദേഹം കുറച്ചുനേരം ആലോചിച്ചിട്ട് പറഞ്ഞു, മനുഷ്യർ ചിന്തിക്കുന്നില്ല. കൃത്യം. വളരെ ലളിതം പക്ഷെ ആഴത്തിലുള്ളൊരു ഉത്തരം. ഇത് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയത്തിന്റെ കാതല് തന്നെയല്ലേ? തീർച്ചയായും. ചിന്തയുടെ കുറവ് അത് തന്നെയാണ് പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാനമെന്ന് പണ്ടേ പലരും പറഞ്ഞിട്ടുണ്ട്. നൈറ്റിംഗേൽ അതിനെ കണക്കുകൾ വെച്ചു പറയുമ്പോഴാണ് ശരിക്കും അതിന്റെ ഒരു ആഘാതം മനസ്സിലാവുന്നത്. അതെ, ആ 100 പേരുടെ കാര്യം. 25 വയസ്സിൽ എല്ലാവരും ഏകദേശം ഒരുപോലെ തുടങ്ങുന്നു. പക്ഷെ 65 ആവുമ്പോഴേക്ക് ഒരാൾ മാത്രം വലിയ പണക്കാരൻ, 4 പേർ സാമ്പത്തികമായി ഓക്കെ, 5 പേർ അപ്പോഴും ജോലി ചെയ്യുന്നു, ബാക്കി 54 പേർ സാമ്പത്തികമായി തകർന്ന അവസ്ഥയിൽ. 95% പേർ ലക്ഷ്യത്തിലെത്തുന്നില്ല. അതെ. എവിടെ പോയി അവരുടെ സ്വപ്നങ്ങൾ, കഴിവുകൾ, അവസരങ്ങൾ? ഇത് വെറും ഭാഗ്യം കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ ആണെന്ന് പറയാൻ പറ്റുമോ? ഭാഗ്യത്തിനും സാഹചര്യങ്ങൾക്കും ഒരു പങ്കുണ്ടാവാം, പക്ഷേ അതല്ല പ്രധാനമെന്നാണ് നൈറ്റിംഗേൽ പറയുന്നത്. കാരണം ഇതിലും ആഴത്തിലുള്ളൊന്നാണ്. അപ്പോ എന്താണ്? അദ്ദേഹം ആദ്യം തന്നെ വിജയമെന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് പ്രധാനമാണല്ലോ. ലക്ഷ്യം എന്താണെന്നറിയാതെ എങ്ങനെ മുന്നോട്ടു പോവും? അതെ, സാധാരണ വിജയമെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പണം, പ്രശസ്തി അങ്ങനെയൊക്കെയാണല്ലോ ഓർമ്മ വരിക. പക്ഷേ നൈറ്റിംഗേൽ പറയുന്നത് കുറച്ചുകൂടി അടിസ്ഥാനപരമായ കാര്യമാണ്. അർഹമായ ഒരു ആദർശത്തിന്റെ പുരോഗമനപരമായ സാക്ഷാത്കാരമാണ് വിജയം. അർഹമായ ആദർശം, പുരോഗമനപരമായ സാക്ഷാത്കാരം. അതെ, അതായത് നിങ്ങൾക്ക് പ്രധാനമെന്ന് തോന്നുന്ന, നിങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ലക്ഷ്യത്തിലേക്ക് പടിപടിയായി മുന്നേറുക. ആ പ്രോസസ്സിലായിരിക്കുന്ന ആരും വിജയിയാണ്. ഓക്കേ. അത് ഒരു ടീച്ചറാകാം, ഒരു അമ്മയാകാം, ഒരു ബിസിനസ്സുകാരനാകാം, ഒരു നല്ല ജോലിക്കാരനാകാം. ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ആരും വിജയിയാണ്. ലക്ഷ്യമില്ലാത്ത അവസ്ഥയാണ് പരാജയം. പക്ഷേ ലക്ഷ്യമില്ലാത്തവരെല്ലാം പരാജയപ്പെട്ടവരാണെന്ന് പറയുന്നത് അത് കുറച്ച് കടുപ്പമല്ലേ? സാധാരണ ജീവിതം നയിക്കുന്നവരെ അങ്ങനെ വിളിക്കാമോ? അതൊരു നല്ല പോയിന്റാണ്. നൈറ്റിംഗേൽ പരാജയമെന്ന് പറയുന്നത് ഒരു ജഡ്ജ്മെന്റ് എന്നതിനേക്കാൾ ഒരു അവസ്ഥയെക്കുറിച്ചാണ്. അവസ്ഥ. അതെ, ലക്ഷ്യമില്ലാതെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരവസ്ഥ. അത് ചിലപ്പോൾ വ്യക്തിപരമായി സുഖകരമായിരിക്കാം, പക്ഷേ അവരുടെ കഴിവിനനുസരിച്ച് ഉയരാത്ത ഒരവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം പലപ്പോഴും നമ്മൾ സ്വന്തമായി ചിന്തിക്കാതെ മറ്റുള്ളവരെ അനുകരിക്കുന്നതാണ്. അവിടെയാണ് റോളോമയുടെ ആ വാചകം വരുന്നത്. ധൈര്യത്തിന്റെ വിപരീതം ഭീരുത്വമല്ല, അനുരൂപണമാണ്. കൺഫേമിറ്റി. കൃത്യം. മറ്റുള്ളവർ എന്തു ചെയ്യുന്നു അത് തന്നെ ചെയ്യുക. എന്തിനു ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊന്നും ചിന്തിക്കാതെ. 95% ഈ അനുരൂപണത്തിന്റെ ഇരകളാണോ? ഒരു വലിയ അളവ് വരെ അതെ. നൈറ്റിംഗേൽ അതിനെ ഔട്ടർ ഡിറക്റ്റഡ് എന്ന് വിളിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ദിശ തീരുമാനിക്കുന്നത് പുറത്തുള്ള കാര്യങ്ങളാണ് എന്നൊരു തോന്നൽ. സ്വന്തം ഇഷ്ടങ്ങളല്ല. അല്ല. സമൂഹം എന്തു പറയുന്നു, കൂട്ടുകാരെന്ത് ചെയ്യുന്നു, അതിനനുസരിച്ചു പോവുക. ആ സർവേയുടെ കാര്യം ഓർക്കുന്നില്ലേ? ജോലിക്ക് പോകുന്നവരുടെ. അതെ. എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചപ്പോ മിക്കവർക്കും ഉത്തരമില്ല. എല്ലാരും പോകുന്നു, ഞാനും പോകുന്നു. ആ ഒരു മനോഭാവം. അപ്പോ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ആ 5%ത്തിലേക്ക് വരാനുള്ള വഴി ലക്ഷ്യങ്ങൾ വെക്കുക എന്നതാണ്. അതെ, വളരെ സിമ്പിളായി തോന്നാം, പക്ഷെ അതാണ് വ്യത്യാസമുണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് ലക്ഷ്യങ്ങൾ ഇത്ര പ്രധാനമാവുന്നത്? കാരണം ലക്ഷ്യങ്ങൾ നമ്മുടെ മനസ്സിനൊരു ഫോക്കസ് കൊടുക്കും, ഒരു ഡയറക്ഷൻ. എങ്ങോട്ടാ പോവേണ്ടതെന്നറിഞ്ഞാൽ പിന്നെ നമ്മുടെ ഊർജം മുഴുവൻ അങ്ങോട്ട് തിരിക്കാൻ പറ്റും. കപ്പലിന്റെ ഉപമ. അതെ, കൃത്യമായൊരു ലക്ഷ്യസ്ഥാനം, ഒരു ചാർട്ട്, ഒരു ക്യാപ്റ്റൻ, ക്രൂ. ഇങ്ങനെയുള്ളൊരു കപ്പൽ അത് മിക്കവാറും ലക്ഷ്യത്തിലെത്തും, അല്ലേ? ശരിയാണ്. 10,000-1 ചിലപ്പോൾ വഴിതെറ്റാം, പക്ഷെ സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ലക്ഷ്യമില്ലാത്ത കപ്പലോ? എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് വെറുതെ വിട്ടാൽ ഒന്നെങ്കിൽ എവിടെയെങ്കിലും പോയി ഇടിക്കും, അല്ലെങ്കിൽ കാറ്റിലും കോളിലും പെട്ട് തകരും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒഴുകി നടക്കും. ഒരിടത്തും എത്തില്ല. അതെ, മനുഷ്യന്റെ കാര്യവും ഇതുപോലെയാണെന്നാണ് നൈറ്റിംഗേൽ പറയുന്നത്. ലക്ഷ്യമില്ലാത്ത മനസ്സ് ദിശയില്ലാതെ അലഞ്ഞു നടക്കും. ചെയ്യുന്ന ജോലിയിൽ ഒരു അർപ്പണബോധം, ഒരു ലക്ഷ്യബോധം, അതാണ് പ്രധാനം. അതെ, നിങ്ങളുടെ ആദർശം
അത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ എങ്ങനെ നടപ്പാക്കുന്നു എന്നതിലാണ് കാര്യം. ലക്ഷ്യം ക്ലിയറാണെങ്കിൽ നിങ്ങൾ എവിടെ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ എങ്ങനെ ചെയ്യുന്നു എന്നത് പ്രധാനമാകും. പിന്നെ രസമുള്ള കാര്യം, വളരെ കുറച്ചുപേർക്കേ വ്യക്തമായ ലക്ഷ്യമുള്ളൂ എന്നതുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ മത്സരമൊന്നുമില്ല. മത്സരമില്ലേ? ഇല്ല. നമ്മൾ മറ്റുള്ളവരുമായി മത്സരിക്കുകയല്ല വേണ്ടത്. നമ്മൾ സ്വയം ലക്ഷ്യങ്ങൾ സൃഷ്ടിക്കുകയാണ് വേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സൃഷ്ടിക്കുക, നല്ല വാക്ക്. മത്സരിക്കുന്നതിനു പകരം ക്രിയേറ്റ് ചെയ്യുക. ശരി. അപ്പോ ഇനി ആ വിചിത്രമായ രഹസ്യത്തിലേക്ക് വരാം. എന്താണ് ആ രഹസ്യം? എന്തുകൊണ്ടാണത് വിചിത്രമായി തുടരുന്നത്? രഹസ്യം ഇത്രയുള്ളൂ. നമ്മൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത്, നമ്മൾ അതായിത്തീരും. വി ബിക്കം വാട്ട് വി തിങ്ക് അബൌട്ട്. അതെ. ഇത് വളരെ ലളിതമായി തോന്നാം, പക്ഷെ ഇതിന്റെ ആഴം അത് വലുതാണ്. നൈറ്റിംഗേൽ ഇത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ചരിത്രത്തിൽ നമ്മൾ ബഹുമാനിക്കുന്ന എല്ലാ വലിയ ചിന്തകരും പ്രവാചകരും തത്വജ്ഞാനികളും അവരെല്ലാം ഈയൊരു കാര്യത്തിൽ യോജിച്ചിരുന്നു. ലേഖനത്തിൽ ഒരുപാട് പേരുടെ ഉദ്ധരണികളുണ്ടല്ലോ. മാർക്കസ് ഔറേലിയസ്, ഡിസ്രേലി, എമേഴ്സൺ, വില്യം ജെയിംസ്, നോർമൻ വിൻസെന്റ് പീൽ, ഷേക്സ്പിയർ, ബെർണാഡ് ഷാ. ബൈബിളിൽ നിന്നുള്ള വാക്യങ്ങൾ. അതെ. വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. മാർക്കോസ് 9:23. എല്ലാം ഒരേ കാര്യമാണ് പറയുന്നത്. പക്ഷെ ഇത് കേൾക്കുമ്പോൾ വെറും ഒരു പോസിറ്റീവ് തിങ്കിങ് പോലെ തോന്നാൻ സാധ്യതയില്ലേ? നന്നായി ചിന്തിക്കൂ, നന്നായി വരും എന്ന മട്ടില്. അതിനപ്പുറം എന്താണിതിൽ? നല്ല ചോദ്യം. ഇത് വെറുതെ ശുഭാപ്തി വിശ്വാസം പുലർത്തുക എന്നതിനേക്കാൾ നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്താൻ അല്ലെങ്കിൽ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് നൈറ്റിംഗേൽ പറയുന്നത്. സൃഷ്ടിക്കാൻ? അതെ. അതൊരു ആക്റ്റീവ് പ്രോസസ്സാണ്. നമ്മൾ എന്തിലാണോ നമ്മുടെ ശ്രദ്ധ സ്ഥിരമായി കൊടുക്കുന്നത്, അത്തരം കാര്യങ്ങള്, അവസരങ്ങൾ, സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. നമ്മൾ പതിയെ പതിയെ അങ്ങനെയുള്ളൊരാളായി മാറും. ഈ ഒരു ശക്തിയെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഇതിനൊരു രഹസ്യമായി നിലനിർത്തുന്നത്. ചിന്തകൾക്ക് യാഥാർത്ഥ്യത്തെ സ്വാധീനിക്കാൻ കഴിയും. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതിനല്ലേ ആ കർഷകന്റെ ഉപമ? അതെ അതെ, വളരെ മനോഹരമായ ഉപമയാണ്. നമ്മുടെ മനസ്സൊരു മണ്ണുപോലെയാണ്. നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണ്. ആ മണ്ണിന് നമ്മൾ എന്ത് നടന്നു എന്നതിൽ ഒരു വേർതിരിവുമില്ല. ഒരു വേർതിരിവുമില്ല. നിങ്ങൾ നല്ല ചോളത്തിന്റെ വിത്ത് നട്ടാൽ അത് 100 മേനി ചോളം തരും. ഇനി ഒരു വിഷച്ചെടിയുടെ വിത്താണ് നടന്നതെങ്കിലോ? അതും അത് വളർത്തും. ഒരു മടിയുമില്ലാതെ അതും വളർത്തും. നിങ്ങൾ എന്തു കൊടുക്കുന്നുവോ അത് ആ മണ്ണ് തിരിച്ചു തരും. അതുപോലെയാണ് നമ്മുടെ മനസ്സും. വിജയത്തിന്റെ ചിന്തകൾ, ലക്ഷ്യബോധം, പോസിറ്റീവ് മനോഭാവം, ഇതൊക്കെയാണ് നിങ്ങൾ മനസ്സിൽ നട്ടുനനയ്ക്കുന്നതെങ്കിൽ ജീവിതത്തിൽ അത്തരം ഫലങ്ങളുണ്ടാവും. മറിച്ച് ഭയം, സംശയം, ഞാൻ ഒന്നിനും കൊള്ളില്ല എന്ന ചിന്ത, അതാണ് മനസ്സിൽ കൊണ്ടു നടക്കുന്നതെങ്കിൽ അത്തരം അനുഭവങ്ങളായിരിക്കും കൂടുതൽ വരിക. വിതയ്ക്കുന്നതേ കൊയ്യൂ. അതെ, പ്രപഞ്ച നിയമം. അത് മനസ്സിന്റെ കാര്യത്തിലും ശരിയാണ്. അപ്പോ ചോദ്യം വീണ്ടും വരുന്നു. ഇത്രയും പവർഫുള്ളായ ഒരു ഉപകരണം, ഈ മനസ്സ്, എല്ലാവർക്കും കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് മിക്കവരും അതിനെ ശരിക്കും ഉപയോഗിക്കാത്തത്? ആ 95% പേരും ഈ നിലം വെറുതെ ഇട്ടിരിക്കുകയാണോ? അതിനും നൈറ്റിംഗേൽ ഒരു കാരണം പറയുന്നുണ്ട്. നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒന്ന്. അതെന്താണ്? ഈ മനസ്സ് നമുക്ക് കിട്ടിയത് സൗജന്യമായിട്ടാണ്. ഓ, ശരിയാണ്. ജനിച്ചപ്പോൾ കിട്ടിയതാണ്. ഫ്രീ ആയി കിട്ടുന്ന ഒന്നിനും നമ്മൾ പൊതുവെ വലിയ വില കൊടുക്കാറില്ല, അല്ലേ? ശരിയാണ്. കാശ് കൊടുത്തു വാങ്ങിയ ഫോൺ നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ. അതെ. ഒരു കാറ്, വീട്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അമൂല്യമായ, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സ്, ശരീരം, നമ്മുടെ കഴിവുകൾ, സ്വപ്നങ്ങൾ, സ്നേഹം, ഇതൊക്കെ കിട്ടിയത് ഫ്രീ ആയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ അതിന്റെ വില അറിയുന്നില്ല. വില അറിയുന്നില്ല, അല്ലെങ്കിൽ നിസ്സാരമായി കാണുന്നു. പക്ഷേ പൈസ കൊടുത്തു വാങ്ങിയത് നശിച്ചാൽ ചിലപ്പോൾ വീണ്ടും വാങ്ങാൻ പറ്റിയേക്കാം. ഇത് പോയാൽ പോയതാണ്. പല പഠനങ്ങളും പറയുന്നുണ്ടല്ലോ, നമ്മൾ നമ്മുടെ ബ്രെയിനിന്റെ വളരെ ചെറിയൊരു ശതമാനമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന്. അതെ, 10% പോലും തികച്ചെത്തുന്നില്ല എന്നാണ് പലരും പറയുന്നത്. അപ്പോ കയ്യിലുള്ള ഏറ്റവും വലിയ ശക്തിയെ നമ്മൾ അറിയുന്നില്ല, ഉപയോഗിക്കുന്നില്ല. ചിന്തകളെ നമ്മൾ ബോധപൂർവം നിയന്ത്രിക്കണം. ആ എക്സ്കവേറ്ററിന്റെ ഉപമ പോലെ. കൃത്യമായി. ആ ഭീമൻ യന്ത്രത്തെ നിയന്ത്രിക്കുന്നത് ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്ന ഒരാളാണ്. അതുപോലെ നമ്മുടെ ജീവിതമാകുന്ന യന്ത്രത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നമ്മളിരിക്കണം. ചിന്തകളെ നിയന്ത്രിക്കണം. പോസിറ്റീവായി ചിന്തിച്ചാൽ പോസിറ്റീവ് ഫലം, നെഗറ്റീവായി ചിന്തിച്ചാലോ നെഗറ്റീവ് ഫലം. അതെ, ലക്ഷ്യബോധത്തോടെ ചിന്തകളെ നയിച്ചാൽ അത് ലക്ഷ്യത്തിലെത്തിക്കും. ഭയത്തിനും സംശയത്തിനും വിട്ടുകൊടുത്താൽ അതും യാഥാർത്ഥ്യമാകും.
നമ്മൾ നമ്മുടെ ചിന്തകളുടെ ആകെ തുകയാണ് നമ്മൾ ഇന്നുള്ള അവസ്ഥ. അതൊരു തരത്തിൽ നമ്മൾ അർഹിക്കുന്നു എന്ന് നമ്മൾ ബോധപൂർവമോ അല്ലാതെയോ വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ആ ഡ്രൈവറുടെ സീറ്റ് നമ്മൾ ഏറ്റെടുക്കണം. തീർച്ചയായും. ഇത് കേൾക്കുമ്പോൾ ഒരു ആവേശമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ പ്രായോഗികമായി ഇതെങ്ങനെ ജീവിതത്തിൽ കൊണ്ടുവരും? അതിനാണ് നൈറ്റിംഗേൽ ആ 30 ദിവസത്തെ പരീക്ഷണം പറയുന്നത്, അല്ലേ? അതെ, 30-day ടെസ്റ്റ്. കേൾക്കുന്നവർക്ക് ഇതൊരു ചാലഞ്ചായി എടുത്തു നോക്കാവുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, വെറുതെ ഇരുന്നാൽ ഒന്നും നടക്കില്ല. അതെ, വില കൊടുക്കണം, എഫോർട്ട് വേണം. ന്യൂട്ടന്റെ നിയമം പോലെ ഓരോ പ്രവർത്തനത്തിനും പ്രതിപ്രവർത്തനമുണ്ട്. അപ്പൊ എന്താണ് ആ 30 ദിവസത്തെ പ്ലാൻ? വളരെ ലളിതമാണ്, പക്ഷേ ശക്തമാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഓക്കെ. നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി നേടണമെന്ന് തോന്നുന്ന ഒരൊറ്റ ലക്ഷ്യം അത് ഒരു കാർഡിൽ വ്യക്തമായി എഴുതുക. മുഖമാകരുത്, സ്പെസിഫിക് ആയിരിക്കണം. ഒരൊറ്റ ലക്ഷ്യം ഒരു കാർഡില്. അതെ, എന്നിട്ട് ആ കാർഡ് എപ്പോഴും കൂടെ കൊണ്ട് നടക്കുക. ദിവസവും പലതവണ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഇടയ്ക്കിടെ, പകൽ, രാത്രി ഉറങ്ങും മുൻപ് അത് നോക്കി വായിക്കുക. വായിക്കുമ്പോൾ ആ ലക്ഷ്യം നിങ്ങൾ നേടിക്കഴിഞ്ഞു എന്ന് സങ്കൽപ്പിക്കുക. അതിന്റെ സന്തോഷം, സംതൃപ്തി അത് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. ഇതിപ്പോൾ തന്നെ എന്റേതാണ് എന്നൊരു വിശ്വാസം വരണം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളതെന്ന് തോന്നുന്നു. ഭയത്തെയും നെഗറ്റീവ് ചിന്തകളെയും ഒഴിവാക്കുക. അതെ, അതെളുപ്പമല്ല. നമ്മുടെ മനസ്സ് പെട്ടെന്ന് നെഗറ്റീവിലേക്ക് പോകും. പക്ഷെ ഓരോ തവണ നെഗറ്റീവ് ചിന്ത വരുമ്പോഴും ബോധപൂർവം ശ്രദ്ധ മാറ്റി ആ ലക്ഷ്യത്തിന്റെ പോസിറ്റീവ് ചിത്രം മനസ്സിൽ കൊണ്ടുവരണം. അതിനൊരു പരിശീലനം വേണം. തീർച്ചയായും. 30 ദിവസം നിങ്ങൾ അനുവദിക്കുന്ന ചിന്തകൾ മാത്രം മനസ്സിൽ കയറ്റാൻ ശ്രമിക്കുക. മനസ്സിന്റെ ഗേറ്റ് കീപ്പർ ആവുക. മൂന്നാമത്, നിങ്ങൾ സാധാരണ ചെയ്യുന്നതിലും കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. ഗിവ് മോർ വാല്യൂ, പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് സേവനം നൽകുന്നതിൽ. കൂടുതൽ കൊടുത്താലേ കൂടുതൽ കിട്ടൂ എന്ന ബോധ്യത്തോടെ പ്രവർത്തിക്കുക. ഓക്കെ. നാലാമതോ? ലക്ഷ്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതെങ്ങനെ നേടും എന്ന വഴികളെക്കുറിച്ച് അധികം ആശങ്കപ്പെടേണ്ട. നിങ്ങൾ ലക്ഷ്യത്തിൽ ഉറച്ചുനിന്ന് പ്രവർത്തിക്കുമ്പോൾ വഴികൾ താനേ തെളിഞ്ഞുവരും. ചോദിക്കുവിൻ കിട്ടും, അന്വേഷിക്കുവിൻ കണ്ടെത്തും എന്ന തത്വം. അഞ്ചാമത്, സ്ഥിരോത്സാഹം, പെർസിസ്റ്റൻസ്. അതെ, ഇതാണ് വിശ്വാസത്തിന്റെ ടെസ്റ്റ്. ലക്ഷ്യത്തിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ തടസ്സങ്ങൾ വരുമ്പോൾ നിർത്തിപ്പോവില്ല. ഈ 30 ദിവസത്തിനിടയിൽ എങ്ങാനും തോറ്റാലോ, നെഗറ്റീവ് ചിന്ത വന്നാൽ? നിരാശപ്പെടേണ്ട. വീണ്ടും ഒന്നേന്ന് തുടങ്ങുക. തുടർച്ചയായി 30 ദിവസം ഇത് ചെയ്യുന്നതിലാണ് കാര്യം. ഇതിനോടൊപ്പം വേറെ ചില കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ടല്ലോ. സമ്പാദ്യത്തെക്കുറിച്ചും വായനയെക്കുറിച്ചുമൊക്കെ. ഉണ്ട്. വരുമാനത്തിന്റെ ഒരു 10% സ്ഥിരമായി മാറ്റിവെക്കാൻ അദ്ദേഹം പറയുന്നു. പിന്നെ ദിവസവും കുറച്ചുനേരം മോട്ടിവേഷണലായ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്ന പുസ്തകങ്ങൾ വായിക്കുക. ബൈബിൾ, വേക്കപ്പ് ആൻഡ് ലീവ്, മാജിക് ഓഫ് ബിലീവിംഗ്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. അതെ, ഡൊറോത്തിയ ബ്രാൻഡിന്റെ ആ വാചകം, പരാജയപ്പെടാൻ അസാധ്യമാണെന്ന മട്ടിൽ പ്രവർത്തിക്കുക, ആക്ട് ആസ് ദോ ഇറ്റ് വെർ ഇംപോസിബിൾ ടു ഫെയിൽ, ആ ഒരു ആറ്റിറ്റ്യൂഡ്. ഈ 30 ദിവസം ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മാറ്റം ഉറപ്പാണെന്നാണ് നൈറ്റിംഗേൽ പറയുന്നത്. അതെ, ഒരു ശ്രമം നടത്തി നോക്കാൻ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. ഇനി പണത്തിന്റെ കാര്യം. പലരുടെയും ലക്ഷ്യം സാമ്പത്തിക ഭദ്രതയാണല്ലോ. അതും ഈ രഹസ്യവുമായി എങ്ങനെയാണ് ബന്ധം? നൈറ്റിംഗേൽ അത് വ്യക്തമാക്കുന്നുണ്ട്. പണം വിജയത്തിന്റെ ഒരു സൈഡ് എഫക്റ്റ് മാത്രമാണ്, കാരണമല്ല. സൈഡ് എഫക്റ്റോ? അതെ, യഥാർത്ഥ വിജയം വരുന്നത് നിങ്ങൾ നൽകുന്ന സേവനത്തിൽ നിന്നാണ്. ആ സ്റ്റൗവിന്റെ ഉപമോർമ്മയില്ലേ? ചൂട് കിട്ടിയിട്ട് വിറക് വെക്കാമെന്ന് പറയുന്നത്. അത് നടക്കില്ലല്ലോ. ആദ്യം വിറക് വെക്കണം, തീ കത്തിക്കണം, അപ്പോ ചൂട് കിട്ടും. അതുപോലെ ആദ്യം നിങ്ങൾ മൂല്യമുള്ള സേവനം നൽകണം, അപ്പോൾ അതിന്റെ പ്രതിഫലമായി പണം വരും. കൊടുക്കുന്നതിനനുസരിച്ച് കിട്ടൂ. ലോ ഓഫ് എക്സ്ചേഞ്ച്. അതെ, നിങ്ങളുടെ സാമ്പത്തിക നേട്ടം നിങ്ങൾ നൽകുന്ന സേവനത്തിന്റെ ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റിക്കും നേരനുപാതത്തിലായിരിക്കും. കൂടുതൽ നേടണോ, കൂടുതൽ നല്ല സേവനം കൊടുക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് മൂല്യമാണോ നിങ്ങൾ കൂട്ടിച്ചേർക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രതിഫലം വരും. പണമെന്നത് ആ സേവനത്തിന്റെ ഒരു അളവുകോലാണ്. കൃത്യമായി. ഈ നിയമത്തെ പറ്റിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ജയിലുകൾ നിറയെ സ്വന്തമായി നിയമങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചവരാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ശരിയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഉറപ്പിക്കാൻ ഡോക്ടർ ഡേവിഡ് ഹാരോൾഡ് ഫിങ്കിന്റെ ആ 6 പോയിന്റ്സ് അതെന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഒരു റിമൈൻഡർ പോലെ. പറയാം. ഡോക്ടർ ഫിങ്കിന്റെ 6 ഘട്ടകങ്ങൾ. ഒരു വ്യക്തമായ ലക്ഷ്യം മനസ്സിലുറപ്പിക്കുക. സ്വയം വില കുറച്ച് കാണുന്നത് നിർത്തുക. ഓക്കെ. 3.
എന്തുകൊണ്ട് പറ്റില്ല എന്ന് ചിന്തിക്കാതെ എന്തുകൊണ്ട് പറ്റുമെന്ന് ചിന്തിക്കുക. പഴയ നെഗറ്റീവ് ചിന്തകളുടെ കാരണം കണ്ടെത്തി അതിനെ മറികടക്കുക. 5. നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ശാന്തൻ, പോസിറ്റീവ്, കഴിവുള്ളയാൾ ഒരു ചിത്രം മനസ്സിൽ പതിപ്പിക്കുക. വേണമെങ്കിൽ എഴുതിവെക്കുക. ആ വ്യക്തിയെപ്പോലെ പെരുമാറാനും പ്രവർത്തിക്കാനും തുടങ്ങുക. ആക്ട് ആസ് ദ പേഴ്സൺ യു വാണ്ട് ടു ബിക്കം. വളരെ പ്രാക്ടിക്കലായ കാര്യങ്ങൾ. അപ്പോ ഇന്ന് നമ്മൾ സംസാരിച്ചതിന്റെ എല്ലാം കാതൽ ഒന്നുകൂടി പറഞ്ഞാൽ വിജയം വെറുതെ സംഭവിക്കുന്നതല്ല. അല്ല. വ്യക്തമായ ലക്ഷ്യം വെച്ച് നമ്മുടെ ചിന്തകളെ അതിൽ ഫോക്കസ് ചെയ്ത് സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിക്കുന്നതിന്റെ ഫലമാണത്. കാരണം നമ്മൾ ചിന്തിക്കുന്നതെന്തോ അതായിത്തീരുന്നു. അതെ. ഇതിന് ബോധപൂർവമായ ശ്രമം വേണം, പോസിറ്റീവ് മനോഭാവം വേണം, സേവനം നൽകാനുള്ള മനസ്സും വേണം. ഈ രഹസ്യത്തിന്റെ വിചിത്രതയെക്കുറിച്ച് ഒന്നുകൂടി പറഞ്ഞാല്, അത് ആശയത്തിന്റെ പുതുമയിലല്ല, ഇത് പണ്ടേയുള്ള അറിവാണ്. പക്ഷേ ഇത്ര ലളിതവും ഇത്ര പവർഫുള്ളുമായ ഈ തത്വം എത്ര കുറച്ചുപേരാണ് ശരിക്കും മനസ്സിലാക്കുന്നതും ജീവിതത്തിൽ കൊണ്ടുവരുന്നതും എന്നതിലാണ് ആ വിചിത്രത. മറ്റുള്ളവരെ നോക്കി ജീവിക്കുന്നതിന് പകരം അതെ, ആ അനുരൂപണത്തിൽ നിന്ന് മാറി സ്വന്തം ലക്ഷ്യങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുന്നതിലേക്ക് വരാനാണ് നൈറ്റിംഗേൽ പറയുന്നത്. ശരിയാണ്. കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം ബാക്കി വെക്കാം, അല്ലേ? നൈറ്റിംഗേൽ പറയുന്നു ഒരൊറ്റ ലക്ഷ്യത്തിൽ ഫോക്കസ് ചെയ്യണമെന്ന്. വില്യം ജെയിംസും പറഞ്ഞില്ലേ, ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം ഒരുപോലെ ആഗ്രഹിക്കരുതെന്ന്. ഇന്നത്തെ ലോകത്ത് ഇത്രയധികം ഡിസ്ട്രാക്ഷൻസ് ഉള്ളപ്പോൾ സോഷ്യൽ മീഡിയ, വാർത്തകൾ, 100 കൂട്ടം ആവശ്യങ്ങൾ, ഇതിനിടയിൽ നിങ്ങളുടെ ശ്രദ്ധ ചിതറിപ്പോകാതെ നിങ്ങൾക്ക് ശരിക്കും പ്രധാനപ്പെട്ട ആ ഒരൊറ്റ ലക്ഷ്യത്തിൽ മാത്രം എങ്ങനെ ഊർജം കേന്ദ്രീകരിക്കാൻ പറ്റും? ആ ഒരൊറ്റ വിത്ത് അത് മനസ്സിൽ നടാൻ ഇന്ന് എന്ത് ചെറിയൊരു സ്റ്റെപ്പ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയും? നല്ലൊരു ചിന്തയാണ്. ഈ വിഷയത്തിലേക്ക് ഇത്രയും ആഴത്തിൽ വരാൻ ഞങ്ങളോടൊപ്പം കൂടിയതിന് എല്ലാവർക്കും നന്ദി. അതെ, നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും ഒരുപാട് നന്ദി. അടുത്ത തവണ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക.